നടൻ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ പോലീസിൽ പരാതി. സിദ്ദിഖിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. വൈറ്റില സ്വദേശി അജികുമാറാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പരാതിക്കാരനൊപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നു തത്സമയം. അർജുൻ മട്ടന്നൂർ, ഈ പരാതി ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നൽകാൻ എത്തിയതാണോ വൈറ്റില സ്വദേശി? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഇന്ന് രാവിലെയാണ് നടൻ സിദ്ദിഖിനും അതോടൊപ്പം സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വൈറ്റില തൈക്കുടം സ്വദേശിയായ TP അജികുമാറാണ് പരാതി നൽകിയത്. നമുക്കൊപ്പം അജികുമാർ ഉണ്ട്. എന്താണ് ഈ പരാതി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ചേട്ടാ? പരാതി കൊടുക്കാനുള്ള ഒരു സാഹചര്യം, മഞ്ജു വാര്യരുടെ പ്രശ്നങ്ങൾ തുടങ്ങി ഭാവനയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിന്റെ യാതൊരുവിധ നടപടികളും അത് പരാതി കൊടുത്തവർക്ക് വ്യക്തികളാൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്, മാനസികപരമായി പീഡിപ്പിക്കപ്പെട്ടവരും അല്ലാതെ പീഡിപ്പിക്കപ്പെട്ടവരും കൊടുത്തിട്ടുള്ള പരാതികളിൽ യാതൊരു തീർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതുപോലുള്ള തുറന്നു പറച്ചിലുകൾ വന്നപ്പോൾ രേവതിയുടെയും അതുപോലെ തന്നെ മറ്റ് ബംഗാളി നടിയുടെയൊക്കെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് ഞാനൊരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഒരു പൗരൻ എന്ന നിലക്കുള്ള ഒരു പരാതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സിനിമാ ലോകവുമായി യാതൊരു ബന്ധവും എനിക്കില്ല. ചിലപ്പോഴൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാകും, അല്ലാത്ത വേറൊരു ബന്ധവും എനിക്കില്ല. പലർക്കും പല സംശയങ്ങളുണ്ടാകും. സ്വാഭാവികമായും ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ ആരാണ് ഈ പരാതിക്കാരൻ എന്നൊരു സംശയം വരും. ശരിക്കും താങ്കൾ ആരാണ്? താങ്കളുടെ വരുമാന മാർഗം എന്താണ്? എന്താണ് ജോലി? എൻ്റെ ഒരു സാധാ കുടുംബമാണ്. ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലാണ് ജോലി ചെയ്തിരുന്നത്. 2014 റിട്ടയർ ചെയ്തത്. അവിടെ പരീക്ഷാ വിഭാഗത്തിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതുപോലെ എൻ്റെ ഭാര്യ കുസാറ്റിൽ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ എൻ്റെ മകൾ വിവാഹം കഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മകനുണ്ട്, മകൻ മർച്ചന്റ് നേവിയിലാണ്. വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ മാത്രമാണ് വരുമാന മാർഗം. വേറെ പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും അതിനുശേഷമുള്ള ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ പത്രങ്ങളിലൂടെ വായിക്കുകയും അതോടൊപ്പം തന്നെ ചാനലുകളിൽ മാറി മാറി ഈ ഹേമ കമ്മീഷനെ കുറിച്ചും ഈ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴുണ്ടായതും പിന്നീട് അതിൽ നിന്ന് കുറെ ഭാഗങ്ങൾ മാറ്റി എന്നൊക്കെ പറയുന്നത് ചാനലിലൂടെ കേട്ടു എന്നുള്ളത് ഒഴിച്ചാൽ ഇതുമായി ഞാൻ യാതൊരു ബന്ധപ്പെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിൽ പരാതിപ്പെട്ട ആളാണ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേർന്നത്.